മലയാളം സിനിമയിൽ ചുവടുറപ്പിച്ച ശേഷം ക്യാൻസർ എന്ന മഹാമാരി അതിജീവിച്ച രണ്ട് നായിക നടിമാരാണ് മമത മോഹൻദാസും ജുബൽ മേരിയും. അവർ അവരുടെ അതിജീവന കഥകൾ പ്രേക്ഷകരുമായി പങ്കിട്ടുള്ളതാണ്. ഇരുവരുടെയും ജീവിതത്തിൽ തമ്മിൽ ഒരു സാമ്യതയുണ്ട്. രണ്ടുപേരും വിവാഹബന്ധം വേർപ്പെടുത്തിയിരിക്കുന്ന ക്യാൻസർ എന്ന മഹാമാരിയുടെ കടന്നുവരവിൻ്റെ കാലയളവിലാണ്. 18 കീമയും ഒരു സർജറിയും നടക്കുന്ന സമയത്ത് പോലും സിനിമയിൽ അഭിനയിച്ചതാണ് മമത മോഹൻദാസ്. ടു കൺട്രീസിന്റെ ഷൂട്ടിംഗ് കാനഡയിൽ നടക്കുന്ന സമയത്തും അവിടെ നിന്ന് വന്ന് അമേരിക്കയിൽ പോയി കീമോ എടുത്ത് തിരികെ വരാറുണ്ടായിരുന്നു. എന്നാൽ ജുവൽമേരി ചികിത്സാ സമയം ആരംഭിച്ച ശേഷം സിനിമാ രംഗത്ത് നിന്ന് പൂർണ്ണമായും മാറി നിന്നു. തൈറോയ്ഡ് ക്യാൻസർ മൂലം ശബ്ദം പൂർണ്ണമായും നിലച്ചതും മുഖത്തുണ്ടായ രൂപമാറ്റം കാരണം മമത സിനിമയിലൂടെ പിന്നണി ഗാനാലാപനത്തിലൂടെ പ്രശസ്തിയിൽ എത്തിയത്. മമത അഭിനയിച്ച ഹിറ്റ് ചിത്രങ്ങൾ ഒരു നിര തന്നെയുണ്ട്. പാടിയ പാട്ടുകളും ഹിറ്റുകളാണ്. എന്നാൽ ജുബിൾ മേരി സിനിമാ നടി എന്നതിനേക്കാൾ അവതാരിക എന്ന നിലയിലാണ് പ്രശസ്തയായത്. കുറച്ച് സിനിമകൾ മാത്രമേ ജുബിൾ മേരിക്ക് അഭിനയിക്കാൻ സാധിച്ചുള്ളൂ. ടി ഫോർ ഡാൻസിലെ അവതാരികയായിട്ടായിരുന്നു ജുബലിന്റെ കടന്നുവരവ്. മത്സരാർത്ഥികൾക്കും കാണികൾക്കും ഒരു പോസിറ്റീവ് എനർജി നൽകുന്നതായിരുന്നു അവരുടെ അവതരണ ശൈലി. പിന്നീട് പത്തേമാരിൽ മമ്മൂട്ടിയുടെ നായികയായി സലീം മുഹമ്മദ് ജുവലിനെ കാസ്റ്റ് ചെയ്യപ്പെട്ടു. ബിഎസ്സി നഴ്സിംഗ് പൂർത്തിയാക്കിയ ജുവൽ വിദേശ ജോലിക്കുള്ള കാത്തിരിപ്പിലായിരുന്നു. അവിടെ നിന്നാണ് സിനിമയിലേക്കും മിനി സ്ക്രീനിലേക്ക് എത്തിയത്. ഔദ്യോഗികമായി തിളങ്ങി നിൽക്കുന്നതിന് ഇടയിലാണ് ടെലിവിഷൻ ഷോയുടെ പ്രൊഡ്യൂസറായ ജെൻസൺ സക്രിയുമായി ജുവൽ പ്രണയത്തിലായത്. ആ പ്രണയം വിവാഹത്തിൽ കലാശിച്ചു. ആദ്യകാലങ്ങളിൽ വലിയ രീതിയിലുള്ള സ്നേഹവും കരുതലും പരസ്പര വിശ്വാസമൊക്കെ വാരിക്കോരി ചൊരിഞ്ഞു. ജീവിതം മുന്നോട്ട് പോകവേ പതുക്കെ അസ്വാരസ്യങ്ങൾ ഇരുവർക്കിടയിൽ ഉണ്ടായി. അവസാന ബന്ധം വേർപെടുത്താൻ കോടതിയിൽ കയറി. വലിയ നിയമ പോരാട്ടത്തിൽ വിവാഹമോചനം നേടി. വിവാഹമോചനത്തിന് വർഷങ്ങളെടുത്തു. ആ സമയത്തിനുള്ള സ്ട്രെസ് ആയിരിക്കാൻ രോഗത്തിന് കാരണമെന്ന് അവർ പറയുന്നു. അടുത്തിടെയാണ് ക്യാൻസറിനെ അതിജീവിച്ച കഥ ജുവൽ വെളിപ്പെടുത്തിയത്. ഇപ്പോഴത്തെ മമത മോഹൻദാസിന്റെയും ജുവലിന്റെയും ആത്മധൈര്യത്തെ പ്രശംസിച്ച് എത്തിയിരിക്കുകയാണ് എല്ലാവരും. കുറവുകൾ മാത്രം നോക്കി കണ്ടാലും ഒരാളെ സ്നേഹിക്കാൻ കഴിയില്ലെന്ന് പറയുന്നു. എന്ത് വിലത്ത് കൊടുത്തിട്ടും കുടുംബം എന്ന പവിത്രമായ കാഴ്ചപ്പാട് സംരക്ഷിക്കണമെന്നാണ് എല്ലാവരും പഠിപ്പിക്കുന്നത്. അതിനാൽ മാനസികാരോഗ്യം വ്യക്തികളും എല്ലാവർക്കും കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. എന്നാൽ ആരോഗ്യകരമായ കുടുംബജീവിതം എങ്ങനെ ഉണ്ടാകുമെന്ന് നിലനിർത്താൻ ആരും പഠിപ്പിക്കില്ല. കുടുംബജീവിതത്തെക്കുറിച്ച് ചുവർ പറയാനുള്ള അഭിപ്രായങ്ങൾ വിയോജിപ്പുകൾ ഉണ്ടാകാം. കാരണം കുടുംബത്തെ സാമൂഹിക സങ്കല്പം എഴുതി പഠിപ്പിക്കാനോ പറഞ്ഞു പഠിപ്പിക്കാനോ അല്ല, അത് കണ്ടു വളരുന്നതും കേട്ടു വളരുന്നതുമാണ്.